هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين صدق الله العظيم لا حول ولا قوة إلا بالله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മെ സൃഷ്ടിച്ച, നമുക്ക് ആവശ്യമായതെല്ലാം ഈ ഭൂമിയിൽ ഒരുക്കിയ സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും നാം ജീവിതത്തിൽ പരമാവധി ശ്രദ്ധയോടെ പാലിക്കണമെന്നും അള്ളാഹു വിലക്കിയ കാര്യങ്ങളെ, വിരോധിച്ച കാര്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നാളെ ചോദ്യം ചെയ്യുന്നതാണെന്നും ഏത് നിമിഷവും റബ്ബിലേക്ക് നാം തിരിച്ചു പോകേണ്ടി വരും എന്നുള്ള ഒരു ഓർമ്മ നിലനിർത്താൻ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ മാസം നമ്മുടെ പടിവാതിൽക്കൽ വന്നു നിൽക്കുകയാണ്. ഒരു മാസം നോമ്പനുഷ്ഠിക്കുന്ന മാസമായി എന്തുകൊണ്ടാണ് അള്ളാഹു നിശ്ചയിച്ചത് എന്ന് പറഞ്ഞിടത്ത് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞ ഒരു കാര്യം, അത് വിശുദ്ധ ഖുർആനിന്റെ അവതരണം അഥവാ ഭൂമിയിലേക്ക് വിശുദ്ധ ഖുർആൻ ഇറങ്ങാൻ തുടങ്ങിയ അതിൻ്റെ മാസം എന്ന നിലക്കാണ് വിശുദ്ധ റമളാൻ മാസത്തെ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി പ്രത്യേകം നിർദ്ദേശിച്ചത് എന്ന് ഖുർആൻ പറഞ്ഞു. എന്താണ് ഖുർആൻ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഖുർആൻ എന്താണ് എന്ന്. ആ വാക്കിനൊരർത്ഥമുണ്ട്. ഖറഅ എന്ന് പറഞ്ഞാൽ വായിച്ചു എന്നാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിക്കപ്പെടുന്നത് എന്നാണ് ആ വാക്കിനർത്ഥം. എന്താണ് അങ്ങനെ ഒരു പേര് അള്ളാഹു അതിന് നൽകിയത്? ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് അത് എന്നത് അവരെ അവകാശവാദമല്ല, അതൊരു സത്യമാണ്. കാരണം ലോകത്തെവിടെ ജീവിക്കുന്ന 160 കോടി മനുഷ്യരും ഖുർആൻ പാരായണം ചെയ്യുന്നത് അറബിയിലാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുണ്ട് എന്ന് അവകാശപ്പെടുന്ന ക്രൈസ്തവർ അവരുടെ ചർച്ചുകളിൽ വായിക്കുന്ന ബൈബിൾ അതാത് ഭാഷകളിലാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളൊക്കെ അത് എഴുതിയ ഭാഷയിൽ വായിക്കുന്ന ആളുകൾ കുറവായിരിക്കും. അതിന്റെ ട്രാൻസ്ലേഷനാണ്, അതിന്റെ വിവർത്തനമാണ് ലോകത്തിന്റെ വിവിധ ഭാഷകളിൽ വിവിധ ആളുകൾ വായിക്കുന്നത്. നമ്മുടെയൊക്കെ വായനക്ക് വളരെ പരിമിതിയുണ്ട്. നമ്മൾ ഇന്നൊരു സ്ക്രീനിൽ ഒരു സ്ക്രോൾ കാണുന്നത് ഏതാനും സെക്കൻഡുകളാണ് നാം വായിക്കുന്നത്. ഒരു സായാഹ്ന പത്രം നമ്മൾ പരമാവധി 1 മണിക്കൂറായിരിക്കും വായിച്ചു തീർക്കുക. ഒരു ദിനപത്രത്തിന് ഒരു പക്ഷേ ഒരു 24 മണിക്കൂറിന്റെ ആയുസ്സേ അതിന്റെ വായനക്കുള്ളൂ. ഒരു വാരികയാണെങ്കിലും മാസികയാണോ ഒക്കെ ആണെങ്കിലും ആഴ്ചയോ മാസങ്ങളോ കഴിഞ്ഞാൽ നമ്മൾ അതെടുത്ത് അട്ടത്ത് വെക്കും. ഏറ്റവും കൂടുതൽ ഒരു പക്ഷെ വായിക്കുന്നത് പാഠപുസ്തകങ്ങളായിരിക്കും. അതിനും ചിലപ്പോൾ ഒരു സെമസ്റ്ററിന്റെ 6 മാസത്തെ ആയുസേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു വർഷത്തെ. പരമാവധി ഒരു കോഴ്സ് കഴിഞ്ഞാൽ ആ പുസ്തകങ്ങളും നമ്മൾ പിന്നെ വായിക്കാറില്ല. അറിയപ്പെടുന്ന ഏതൊരു പുസ്തകവും വായിക്കുന്നത് തന്നെ ചിലപ്പോൾ അത് എഴുതിയ ഭാഷയിൽ വായിക്കുന്നവർ കുറവായിരിക്കും, മറ്റു പല ഭാഷകളിലുമാണ് വായിക്കുന്നത്. പക്ഷെ വിശുദ്ധ ഖുർആൻ വായിക്കപ്പെടുന്നത് എന്ന ഖുർആനിന്റെ ആ പദം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അതേ ഭാഷയിൽ തന്നെ, അത് ഇറങ്ങിയ ഭാഷയിൽ, മലയാളിയായ നമ്മളും തമിഴ് സംസാരിക്കുന്ന തമിഴ് നാട്ടുകാരനും ഒക്കെ വായിക്കുന്ന ഖുർആൻ അറബിയിൽ തന്നെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നു എന്ന് പറയുന്നത്, അതിന്റെ തനിമയോടുകൂടി റീഡ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെ ഖുർആനിന്റെ ഒരു അത്ഭുതമായിട്ട്, ഒരു മുഅ്ജിസത്തായിട്ട് അതിന്റെ പേര് തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ഏതൊരു പുസ്തകവും നമ്മൾ വായിക്കുന്നത് ഒരു തവണയായിരിക്കും, അല്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ 2 3 തവണ വായിക്കും. അതിനപ്പുറം അതിൽ നിന്ന് നമുക്കൊരു പുതിയ സന്ദേശമൊന്നും കിട്ടാത്തത് കൊണ്ടും
അതിന്റെ ആശയം എന്താണ് എന്ന് വ്യക്തമായി നമുക്ക് അറിഞ്ഞത് കൊണ്ട് നാം അത് മാറ്റി വെക്കാറാണ് പതിവ്. വിശുദ്ധ ഖുർആൻ പലതവണ വായിക്കുന്നവരാണ്, അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഓരോ വായനക്കും പുതിയ പുതിയ വെളിച്ചങ്ങൾ അതിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഓരോരുത്തരുടെയും ഒരു അനുഭവമാണ്. പുതിയ തരത്തിലുള്ള നമ്മുടെ ചിന്തകളെ വിവിധ മേഖലകളിലേക്ക് കൊണ്ടുപോകാവുന്ന ഒരുപാട് വെളിച്ചം. ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചത് അത് വെളിച്ചം നൽകുന്നതാണ് എന്നാണ്. നമുക്ക് മുന്നോട്ട് വഴി നടക്കണമെങ്കിലാണ് വെളിച്ചം ആവശ്യമാണ്. ഇരുട്ടത്ത് നമുക്ക് നടക്കാൻ കഴിയില്ല. ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഒരു വെളിച്ചമാണ് എന്നുള്ളത്. അപ്പൊ ആ വെളിച്ചം അത് നമ്മുടെ മനസ്സിനുള്ളിലേക്ക് അതിനെ ആഴത്തിൽ പഠിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അതിന്റെ ആശയ തലങ്ങളിലേക്ക് ഇറങ്ങിയുള്ള ഒരു വായന നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു വലിയ വെളിച്ചമാണ്. മാത്രമല്ല ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞത് അതൊരു ഹുദയാണ് എന്ന്. ഹുദ എന്ന് പറഞ്ഞാൽ വഴി കാട്ടിത്തരുന്ന ആളാണ്, ഒരു ഗൈഡാണ്. നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് കൃത്യമായി നമുക്കൊരു ഗൈഡ്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഗൈഡ് തരുന്നു ഖുർആൻ എന്നുള്ളതാണ്. ഖുർആൻ മറ്റൊരു വിശേഷണമായിട്ട് അതിന്റെ പേര് പറഞ്ഞത് ഫുർഖാൻ എന്നാണ്. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യമേത് അസത്യമേത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം എന്നാണ് അതിനർത്ഥം. അപ്പോ വഴിയറിയാതെ അല്ലെങ്കിൽ സത്യമേതെന്നറിയാതെ അമ്പരന്ന് നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ അതൊരു ഫുർഖാനായി ഇന്നതാണ് വഴി എന്ന് കൃത്യമായി തെളിയിച്ചു തരുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്നുള്ളതാണ്. ഖുർആൻ ഇറങ്ങിയ സമൂഹത്തെ കുറിച്ച് നമുക്കറിയാം. ആ സമൂഹത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കി. നമ്മൾ വലിയ വലിയ മാറ്റത്തിന് നമ്മൾ പറയാറുള്ളത് വിപ്ലവം എന്നാണ്. സത്യത്തിൽ ഖുർആൻ ഉണ്ടാക്കിയ ഒരു വിപ്ലവം നമുക്ക് പരിചയമുള്ള വിപ്ലവങ്ങളുടെ ഒക്കെ അപ്പുറത്തുള്ളതാണ്. ഒരുപാട് വിപ്ലവങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പറയാറുണ്ട്. അത് ലോക ചരിത്രത്തിലുള്ള ഒരുപാട് വിപ്ലവങ്ങൾ, ഫ്രഞ്ച് വിപ്ലവമുണ്ട്, റഷ്യൻ വിപ്ലവമുണ്ട്, അതുപോലെ ഒരുപാട് വിപ്ലവങ്ങൾ. പലതും ഭരണാധികാരികളുടെ അനീതിക്കെതിരെയുള്ള ജനങ്ങൾ നേടിയ വിജയങ്ങളാണ്. അവർക്ക് അവരുടെ അവകാശങ്ങൾ പലതും തിരിച്ചു കിട്ടി, അല്ലെങ്കിൽ അവരെ അടിമത്തത്തോടുകൂടി അടിമകളാക്കി വെച്ചിരുന്ന രാജാക്കളുടെ മുമ്പിൽ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെയാണ് ആ വിപ്ലവങ്ങളുടെ നേട്ടം. പക്ഷെ അതിനപ്പുറം പല മേഖലകളിലും ആ സമൂഹത്തിന് പുറകോട്ട് പോകേണ്ടി വന്നു. പ്രത്യേകിച്ച് ധാർമ്മിക രംഗത്തൊന്നും വലിയൊരു മാറ്റമൊന്നും വിപ്ലവമൊന്നും അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആ വിപ്ലവാനന്തര ചരിത്രം പരിശോധിച്ചാൽ ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു വസ്തുത. റഷ്യൻ വിപ്ലവത്തിന് തൊഴിലാളികൾക്ക് നേരെ നടന്നിരുന്ന പീഡനങ്ങൾക്കെതിരെയുള്ള മുന്നേറ്റമായിരുന്നു. അത് ഒരു പരിധിവരെ അവർക്കതിൽ വിജയിക്കാൻ കഴിഞ്ഞു. മുതലാളിമാരും തൊഴിലാളിമാരും തമ്മിലുള്ള ആ ഭിന്നത അവസാനിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും മാനസികമായി രണ്ട് തട്ടിലാകുന്ന മുതലാളിത്തവും തൊഴിലാളിത്തവും രണ്ടായി മാറി ഒന്നൊന്നിനെ പകയോട് കൂടി കാണുന്ന ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് അതിനെ തുടർന്ന് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. പക്ഷെ ഖുർആൻ ഉണ്ടാക്കിയ ഒരു വിപ്ലവത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം പരിമിതമായ ഒരു വിപ്ലവമായിരുന്നില്ല എന്നതാണ് സത്യം. സാമ്പത്തിക രംഗത്ത് വലിയ വിപ്ലവമാണ് ഖുർആൻ വരുത്തിയത് എന്ന് നമുക്കറിയാം. ഉള്ളവനും ഇല്ലാത്തവനും രണ്ട് തട്ടിൽ നിന്ന് കിടക്കാൻ, ഉള്ളവന് ഇല്ലാത്തവനെ ഓർമ്മിച്ചുകൊണ്ടേ ജീവിക്കാവൂ അല്ലെങ്കിൽ ഉണ്ടാക്കാവൂ എന്നുള്ള കൃത്യമായ ഒരു സാമ്പത്തിക വിപ്ലവമാണ് അവിടെ അന്ന് ഖുർആൻ കൊണ്ടുവന്നത്. നമ്മുടെ കയ്യിലുള്ള സ്വത്ത് സാങ്കേതികമായി നമ്മുടേതാണെങ്കിലും അതിന്റെ റിയൽ ഓണർ, അതിന്റെ യഥാർത്ഥ അവകാശി റബ്ബാണ് എന്നാണ് അവനെ റബ്ബ് ഓർമ്മപ്പെടുത്തിയത് ഇസ്ലാം. അതുകൊണ്ട് ആരും അഹങ്കരിക്കണ്ട. നിനക്ക് സമ്പത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിന്റെ കയ്യിൽ സമ്പത്ത് ഉണ്ടെങ്കിൽ അത് നിന്റെ മിടുക്ക് കൊണ്ട് മാത്രം കിട്ടിയതല്ല. നിന്നേക്കാൾ ബുദ്ധിയുള്ള, നിന്നേക്കാൾ മണിക്കൂറുകൾ അധ്വാനിക്കുന്ന പലരും അപ്പുറത്ത് നിന്റെ അത്ര സാമ്പത്തിക ശേഷി ഇല്ലാത്തവരെ നീ കാണുന്നില്ലേ? എന്താണ് അത് അങ്ങനെ സംഭവിച്ചത്? അതില് ഒരു ബാഹ്യമായ ഇടപെടൽ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് അവിടെ ഖുർആൻ പറഞ്ഞിടത്ത് സാമ്പത്തിക രംഗത്തുണ്ടായ അസമത്വം ഇല്ലാതെയാക്കിക്കൊണ്ട് ഖുർആൻ പറഞ്ഞത് വാത്തുഹും മിൻ മാലില്ലാഹില്ലദി ആതാക്കും, അള്ളാഹ് നിങ്ങൾക്ക് നൽകിയ സ്വത്ത് അതിൽ നിങ്ങൾ അതില്ലാത്തവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നിശ്ചിത ശതമാനം അത്
നമ്മൾ കൊടുക്കണമെന്നല്ല, അത് പാവപ്പെട്ടവന്റെ റൈറ്റാണ്, അവകാശമാണ്, അത് നമ്മുടേതല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അത്രമാത്രം സാമ്പത്തിക രംഗത്തുള്ള വിപ്ലവങ്ങളുണ്ട്. സാംസ്കാരിക രംഗത്ത് ഈ വിപ്ലവങ്ങൾ നാം അറിയപ്പെടുന്ന മറ്റേത് വിപ്ലവം നടന്നിടത്തും ആ പരിമിതമായ മേഖലകളിൽ മാത്രം ആ വിപ്ലവം ഒതുങ്ങി നിന്നെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെച്ച വിപ്ലവം എന്ന് പറയുന്നത് അത് ഒരു സമൂലമായ അല്ലെങ്കിൽ ഒരു സമഗ്രമായ വിപ്ലവം തന്നെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പ്രത്യേകിച്ച് സാംസ്കാരിക രംഗത്ത്, ധാർമ്മിക രംഗത്തൊക്കെ ഉണ്ടായ മനുഷ്യനുണ്ടായ ഈ ഒരു മാറ്റം. ഖുർആൻ ഇറങ്ങുന്ന ഒരു കാലഘട്ടം ആ ആളുകൾ വിവരമില്ലാത്തവർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഖുർആൻ അവരെ വിശേഷിപ്പിച്ചത് നിരക്ഷരർ എന്നാണ്, ഉമ്മീകൾ എന്നാണ്. എഴുത്തും വായനയും പഠിച്ചിട്ടും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തൊരു സമൂഹത്തിലാണ് അവർ ഇറങ്ങുന്നത്. പക്ഷേ സാംസ്കാരികമായി വളരെ അധപ്പതിച്ചിരുന്നു ആ സമൂഹം. 2 ഡബ്ല്യുകളായിരുന്നു അന്ന് അവരെ നിയന്ത്രിച്ചിരുന്നത് എന്ന് സാധാരണ പറയാറുണ്ട്. വൈൻ, വുമൺ, വാർ എന്ന് പറയുന്ന 3 ഡബ്ല്യുകൾ. മദ്യത്തിനും യുദ്ധത്തിനും പെണ്ണിനും യാതൊരു നിയന്ത്രണവും ഇല്ലാതിരുന്ന, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഏത് നിമിഷവും വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ഒരു തലമുറയായിരുന്നു, ഒരു സമൂഹമായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. മദ്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ജാഹിലിയ്യ കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു കവിയാണ് തൊറഫ എന്ന് പറയുന്നത്. അദ്ദേഹം അന്നത്തെ ജനങ്ങളുടെ ആ ഫിലോസഫി വ്യക്തമാക്കുന്നുണ്ട്. അതായത് 3 കാര്യങ്ങളില്ലെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മുഅല്ലഖയിൽ അദ്ദേഹം പാടിവെച്ചത്. വലൗലാ സലാസുൻ ഹുന്ന മിൻ ഈശത്തിൽ ഫത ലജദ്ദീക ലം അഹ്ഫിൽ മതാക മഉവദി. 3 കാര്യങ്ങൾ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് 3 കാര്യങ്ങൾ. ഒന്ന് പെണ്ണാണ്. വ്യഭിചാരം എന്നത് അവർക്ക് ഒരു വിഷയമായിരുന്നില്ല. അധാർമികമായ കുത്തെളിഞ്ഞ ലൈംഗിക ജീവിതം അവർക്കൊരു വിഷയമേ ആയിരുന്നില്ല. അതാണ് ജീവിതം എന്ന കാഴ്ചപ്പാടായിരുന്നു അവരുണ്ടായത്. മറ്റൊന്ന് യുദ്ധം എന്നത് അവരുടെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ചരിത്രം പറയുന്നത് ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ തമ്മിൽ, അതുപോലെ മറ്റു ചില ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട്. 40 കൊല്ലത്തോളം യുദ്ധം നടന്നിട്ടുണ്ട്. യുദ്ധം തുടങ്ങാനുള്ള അടിസ്ഥാന കാരണം പറയുന്നത് ഒരൊട്ടകം മറ്റൊരുത്തന്റെ ഈത്തപ്പന നശിപ്പിച്ച കേസ് മാത്രമാണ്. അതാണ് വർഷങ്ങളോളം യുദ്ധത്തിലേക്ക് അത് പടർന്നു കയറിയത്. അത്രമാത്രം പകയും അത്രമാത്രം ശത്രുതയുമായിരുന്നു അവരുടെ മനസ്സിനെ സ്വാധീനിച്ചിരുന്നത്. മദ്യം എന്ന് പറയുന്നത് അവർക്ക് ഒഴിവാക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ, അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ പ്രവാചകൻ മനുഷ്യനെ ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് സംസ്കരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം അവരെ മദ്യപാനം നിരോധിച്ചില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ അനുസ്മരിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടിട്ട് ജനങ്ങളോട് ആദ്യം പറയുന്നത് മനുഷ്യരെ നിങ്ങൾ ആരും മദ്യപിക്കരുത് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കരുത് എന്നായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു മനുഷ്യനും പ്രവാചകന്റെ കൂടെ വരാൻ സന്നദ്ധരാകുമായിരുന്നില്ല എന്ന്. അത്രമാത്രം മദ്യത്തിന്റെയും ലഹരിയുടെയും ഭാഗമായിരുന്നു അവർ. തൊറഫ എന്ന് പറയുന്ന കവി, നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് ഓരോ വസിയത്ത് ഉണ്ടാവുമല്ലോ, അവസാനത്തൊരാഗ്രഹം. തൊറഫയുടെ ആഗ്രഹം എന്തായിരുന്നു എന്നറിയുമോ? ഇതാ മിത്തു ഫദ്ഫന്നി ഇലാ ജംബി കർമതി തുറവി ഇലാമി ബഅദ മൗതി അറുക. ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കുഴിച്ചിടേണ്ടത് ഒരു മുന്തിരിവള്ളിയുടെ ചുവട്ടിലായിരിക്കണം. എന്റെ ആ നുരുമ്പിയ എല്ലുകൾക്ക് ആ മുന്തിരിയിൽ നിന്ന് ഊറി വരുന്ന അതിന്റെ നീര് വീണ്ടും കുടിക്കാൻ, ആസ്വദിക്കാൻ ഒരവസരം കിട്ടട്ടെ. കാരണം മുന്തിരിയിൽ നിന്നായിരുന്നു അവർ മദ്യമുണ്ടാക്കിയിരുന്നത്. മരിക്കുന്നതുവരെയും കുടിച്ച് മതിയാകാത്തത് കൊണ്ടാണ് മരിച്ചാൽ എന്നെ കുഴിച്ചിടേണ്ടത് മുന്തിരിവള്ളിയുടെ ചുവട്ടിലായിരിക്കണമെന്ന് പോലും വസിയത്ത് എഴുതി വെച്ച ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ വലിയ ഒരു മാറ്റത്തിനായി വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റമുണ്ടാക്കിയത് ബാഹ്യമായിട്ടല്ല. നാം കാണുന്ന പല വിപ്ലവങ്ങളും ബാഹ്യമായ ചില മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. പ്രവാചകൻ നടത്തിയ അല്ലെങ്കിൽ ഖുർആൻ നടത്തിയ ഒരു മാറ്റം എന്ന് പറയുന്നത് അത് മനസ്സിൽ നിന്ന് തുടങ്ങിയ മാറ്റമാണ്. മനം മാറ്റത്തിലൂടെയാണ് സത്യത്തിൽ ഈ വിജയം പ്രവാചകൻ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. വിശുദ്ധ ഖുർആൻ തന്നെ മദ്യം നിരോധിച്ചതിന്റെ ഒരു ഘട്ടങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. 4 സ്റ്റേജുകളിലൂടെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മദ്യം നിരോധിക്കുന്നത് ഖുർആൻ. ആദ്യം പറഞ്ഞു, നിങ്ങൾ ഈത്തപ്പനയം അതുപോലെ തന്നെ മുന്തിരി
ഇവയിൽ നിന്നൊക്കെ നിങ്ങൾ തത്തഹിദൂന മിൻഹു റിസ്കൻ സക്കറൻ വരിസ്കൻ ഹസന, അതിൽ നിങ്ങൾ ലഹരിയും ഉണ്ടാക്കും, നല്ല ഭക്ഷണവും ഉണ്ടാക്കും. രണ്ടിലും നിങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ബുദ്ധിയുള്ളവർക്ക് ആലോചിക്കാം ലഹരി നല്ലതല്ല എന്ന്. ആണ് ഖുർആൻ പറഞ്ഞത് സക്കറൻ റിസ്കൻ ഹസൻ എന്ന, ലഹരിയും നല്ല ഭക്ഷണവും എന്ന് ആദ്യം പറഞ്ഞു വെച്ചു. പിന്നീട് പറഞ്ഞു വെച്ചു അതിന്റെ കുറെ ഗുണമുണ്ട്. അതുകൊണ്ട് അബ്കാരികളെ കൊണ്ട് ഗവൺമെന്റ് കുറെ ഗുണമൊക്കെ ഉണ്ടാകും. പക്ഷേ അതിന്റെ ഗുണം ദോഷം ഗുണത്തെക്കാൾ കൂടുതലാണ്. മദ്യപിച്ചുകൊണ്ടാവുന്ന അപകടങ്ങളിലൂടെ ഇവിടെ വരുന്ന നഷ്ടങ്ങൾ, കുടുംബങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക തകർച്ചകൾ, അതുപോലെ തന്നെ ഈ രാജ്യത്തെ കുടുംബ തകർച്ചകൾ, ലഹരിയിലൂടെയും മദ്യത്തിലൂടെയും ഉണ്ടാകുന്ന സ്വന്തം ചോരകളെ പോലും കൊന്ന് കളയുന്ന തരത്തിലുള്ള ക്രൂരതകൾ, ഇതൊക്കെ അതുകൊണ്ട് ലഭിക്കുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ തന്നെയാണ് എക്കാലത്ത്. അതുകൊണ്ട് ഖുർആൻ ആദ്യം ഓർമ്മപ്പെടുത്തി മദ്യത്തിന്റെയും ലഹരിയുടെയും പ്രയോജനം, അതിന്റെ ദ്രോഹം, അതിന്റെ ദോഷം, അതിന്റെ നേട്ടത്തെക്കാൾ എത്രയോ മടക്ക് കൂടുതലാണ് എന്ന് ഓർമ്മപ്പെടുത്തി. മൂന്നാമത്തെ സ്റ്റേജിൽ അവരോട് പറഞ്ഞു വലാത്തക്രബുസ്സലാത്ത സുക്കാറ, നിങ്ങൾ ഒരിക്കലും നമസ്കരിക്കാൻ വരുന്ന സമയത്ത് ലഹരി ബാധിതരായി കടന്നു വരരുത്. അപ്പോൾ അവർക്ക് ടൈം നിശ്ചയിച്ചു, അല്ലെങ്കിൽ ഒരുപാട് ഇടവേളകളിൽ അവർക്ക് ലഹരി തൊടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവരെത്തി മാറി. അതുകൊണ്ട് തന്നെ പരമാവധി രാത്രി ഇഷാക്ക് ശേഷമോ അല്ലെങ്കിൽ സുബഹിക്ക് ശേഷമോ എന്നുള്ളിടത്തേക്ക് എത്തുന്ന ഒരു കൺട്രോൾ അവിടെ വന്നു. അവസാനത്തെ സ്റ്റേജിലാണ് ഖുർആൻ ലഹരിയെ പൂർണ്ണമായി വിരോധിച്ചത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു ഇന്നമൽ ഖംറു വൽ മൈസിർ, ഈ മദ്യവും അതുപോലെ തന്നെ കൊതി കൊണ്ടുണ്ടാക്കുന്ന ആർത്തിമൂർത്തും ചെയ്യുന്ന ചില ചൂതാട്ടങ്ങൾ ഉണ്ടല്ലോ, ലോട്ടറികൾ, അതുപോലെ തന്നെ വൽ അസ്ലാം വൽ അജ്സ, അതുപോലെയുള്ള ഒരുപാട് വൃത്തികേടുകൾ, അതെല്ലാം ജിജ്സും, അതൊക്കെ മാലിന്യമാണ്, തെറ്റാണ്, അമലി ശൈത്താൻ, പൈശാചിക പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ഫജിത്തനിബു, നിങ്ങളത് ഒഴിവാക്കിയേ പറ്റും. എന്നിട്ട് ഖുർആൻ ചോദിച്ചു ഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ തയ്യാറില്ലേ? അതിന് ഒറ്റ ചോദ്യമാണ്. ഈ ആയത്ത് കേട്ട സമയത്ത് മഹാനായ അനസ് റളിയല്ലാഹുവിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം ഒരു അൻസാരിയുടെ ഷാപ്പിലെന്ന് ജോലിക്കാരനാണ്. പക്ഷേ ഇങ്ങനെ ഒരായത്തിറങ്ങി മദ്യം നിരോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഷാപ്പുടമ അല്ലെങ്കിൽ അബ്കാരി ഓർഡർ കൊടുക്കുന്നത് സ്റ്റോക്ക് തീർക്കാനല്ല, മറിച്ച് കച്ചവടം നിർത്താനാണ്. നിർത്തിയാൽ മാത്രം പോരാ, സ്റ്റോക്കുള്ള എല്ലാ മദ്യവും എടുത്ത് അത് പരസ്യമായി ആ തെരുവിലെ ആ ഓടയിൽ ഒഴുക്കിക്കളയാൻ നിർദ്ദേശം നൽകുകയാണ്. പല പറമ്പുകളിലും പല മരുഭൂമിയിലെ ഓടകളിലും അത് ഒഴുകിപ്പോയി എന്നാണ്. പിൽക്കാലത്ത് ചില സഹാബിമാർ പ്രവാചകനോട് വന്ന് ഫത്വ ചോദിക്കുന്നുണ്ട്, സംശയം ചോദിക്കുന്നുണ്ട്. പ്രവാചകരെ, മദ്യം വിരോധിച്ചതാണല്ലോ, ഞങ്ങൾ മദ്യം ഒഴുക്കിയ പ്രദേശത്ത് തഴച്ചു വളർന്ന പുല്ല് ഞങ്ങളുടെ മൃഗങ്ങളൊക്കെ തിന്നിട്ടുണ്ട്. ആ മൃഗങ്ങളുടെ പാല് കുടിച്ചാൽ അതിൽ മദ്യത്തിന്റെ അംശമുണ്ടാവാൻ സാധ്യതയുണ്ടോ? അത് തെറ്റായി പോകുമോ നബിയെ എന്ന് വരെ സംശയം ചോദിക്കുന്നവരിലേക്ക് മാനസികമായി അവർക്ക് ഉയരാൻ കഴിഞ്ഞു. പിന്നീട് അതിനെതിരെ, ആ നിരോധത്തിനെതിരെ ഒരു സമരവും ഉണ്ടായില്ല. അതാണ് ഖുർആൻ ആദ്യമായി അവരുടെ മനസ്സിനെ സ്വാധീനിച്ചു എന്ന് പറയുന്നത്. ഖുർആൻ ഉണ്ടാക്കിയ വിപ്ലവം മനസ്സിൽ നിന്ന് തുടങ്ങിയ ഒരു വിപ്ലവമാണ്. തങ്ങളെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട് എന്നുള്ളതും തങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ആൻസറബിൾ ആണ്, ചോദ്യം ചെയ്യപ്പെടുന്നതും അതിന് മറുപടി പറയേണ്ടതുമാണ് എന്നുള്ള ഒരു ബോധം അവരുടെ മനസ്സിലുണ്ടാക്കിയപ്പോൾ ഈ ജീവിതമല്ല, ഇതിനപ്പുറമുള്ള ജീവിതമാണ്, ശാശ്വതമായ ജീവിതം. അവിടെ വിജയിക്കണമെങ്കിൽ ഇവിടെ നാം ചില നിയന്ത്രണങ്ങൾ പാലിച്ചേ പറ്റൂ എന്ന ഒരു ബോധ്യം അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന മദ്യത്തെയും ലഹരിയെയും പടിക്ക് പുറത്ത് നിർത്താൻ അവർക്ക് കഴിഞ്ഞു എന്നത് ആ ഖുർആൻ അവരുടെ മനസ്സിലുണ്ടാക്കിയ വലിയൊരു മാറ്റത്തിന്റെ കഥയാണ്. നേരത്തെ പറഞ്ഞ യുദ്ധമുണ്ടല്ലോ, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി 40 വർഷത്തോളം ഒക്കെ യുദ്ധം ചെയ്ത ആളുകൾ അത്രമാത്രം പകയായിരുന്നു, വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധരായിരുന്നില്ല. ഈ ആളുകൾ പിൽക്കാല ചരിത്രത്തിൽ മറ്റൊരു യുദ്ധത്തിലെ ഒരു രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് യർമൂക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ അവസാന രംഗത്താണ് പല ആളുകളും യുദ്ധക്കളത്തിൽ വെട്ടേറ്റ് മുറിവേറ്റ് നിലവിളിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ആ വെള്ളം എന്ന് നിലവിളിക്കുന്ന ഹാരിസ് ബിൻ ഹിഷാം എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ചെല്ലുന്നു.
അദ്ദേഹം ആർത്തിയോടുകൂടി ആ വെള്ളം വാങ്ങി കുടിക്കാൻ ചുണ്ടോട് അടുപ്പിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് നിന്ന് ഇക്രിമത്ത് ബിൻ അബീ ജഹലിന്റെ ഇതേ നിലവിളി കേൾക്കുന്നത്, വെള്ളത്തിന് വേണ്ടിയുള്ള നിലവിളി. അപ്പോൾ ഹാരിസ് അത് കുടിക്കുകയല്ല ചെയ്തത്, മറിച്ച് ഇത് ആ സഹോദരന് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് ആ പാത്രം ഹുദൈഫക്ക് തിരിച്ചേൽപ്പിക്കുകയാണ്. ഹുദൈഫ നേരെ വാങ്ങി ഇക്രിമത്ത് ബിൻ അബീ ജഹലിന്റെ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ഈ വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നു. അപ്പോഴാണ് തൊട്ടപ്പുറത്ത് നിന്ന് മറ്റൊരാളുടെ ഇതേ വെള്ളം വെള്ളം എന്ന് പറയുന്ന നിലവിളി, അയ്യാഷ് ബിൻ അബീ റബിയയുടെ. ഉടനെ ഇക്രിമ പറയുന്നത്, ഇത് അയ്യാഷ് ബിൻ അബീ റബിയെ കൊടുത്തു, അദ്ദേഹത്തിന് കൊടുത്തോളൂ, എനിക്ക് വേണ്ട എന്നാണ്. അദ്ദേഹം ഹുദൈഫ റളിയല്ലാഹു അൻഹു വെള്ളപ്പാത്രവുമായി അയ്യാഷിന്റെ അടുത്ത് എത്തിയപ്പോഴേക്കും അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു കഴിഞ്ഞു എന്നാണ് ചരിത്രം. തിരിച്ചാദ്യം സമീപിച്ചവരെ ആദ്യം വെള്ളത്തിന് വേണ്ടി സമീപിച്ചവരുടെ അടുത്ത് എത്തിയപ്പോഴേക്ക് അവരും കണ്ണടച്ചിരുന്നു. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു അധ്യായമാണ്. അതിനിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കുടിപ്പകയോടുകൂടി യുദ്ധം ചെയ്തിരുന്ന ആളുകളുടെ മനസ്സ് എത്രമാത്രമാണ് മാറിയത്. അവസാന നിമിഷം ലഭിക്കുന്ന ഒരു ഇറക്ക് വെള്ളം പോലും അത് തന്റെ സഹോദരനെ പങ്കുവെക്കാനുള്ള അതിവിശിഷ്ടമായ അത്യുന്നതമായ ഒരു ഹൃദയ വിശാലതയിലേക്ക് അവർക്ക് മാറാൻ കഴിഞ്ഞത് ഖുർആൻ അവരുടെ മനസ്സിലുണ്ടാക്കിയ ഒരു വിപ്ലവമാണ്, മനസ്സിലുണ്ടാക്കിയ ഒരു മാറ്റമാണ്. വ്യഭിചാരം എന്നത് അവർക്കൊരു വിഷയമേ ആയിരുന്നില്ല. ഒരുപാട് ഏത് മേഖലയിലും കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. പക്ഷെ ഇസ്ലാം മാനസികമായ വിപ്ലവം വരുത്തിയിട്ട് വ്യഭിചാരം തെറ്റാണ് എന്നവരെ ബോധ്യപ്പെടുത്തി. വ്യഭിചാരികൾക്ക് പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന ശിക്ഷ അവരെ ബോധ്യപ്പെടുത്തി. മാത്രമല്ല, അവരെ നിയന്ത്രിക്കാൻ വേണ്ടി അവസാന കാലഘട്ടത്ത് അതിശക്തമായ പരസ്യമായി യാതൊരു ലജ്ജയുമില്ലാതെ പരസ്യമായി വ്യഭിചരിക്കുന്നവരെ എറിഞ്ഞു കൊല്ലണമെന്നുള്ള ശിക്ഷാ നടപടി ഇവരെ നിശ്ചയിക്കപ്പെട്ടു. ഈ സമയത്ത് ആരും അറിയാതെ വ്യഭിചരിച്ചു പോയ ഒരു സഹാബി, ആരും അത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, ഞാൻ ഇങ്ങനെ മരിച്ചു പോയാൽ ഞാൻ നാളെ എന്ത് ചെയ്യും, എന്റെ സ്ഥിതി ഉണ്ടാവും. മാഇസ് എന്നായിരുന്നു ആ സഹാബിയുടെ പേര്. അദ്ദേഹം നബിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, റസൂലേ, എന്നെ നിങ്ങൾ ശുദ്ധീകരിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങൾ എറിഞ്ഞു കൊല്ലണമെന്ന്. ഈ ലോകത്ത്, ഈ നൈമിഷികമായ ലോകത്ത്, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ഈ ആയുസ് എനിക്ക് പെട്ടെന്ന് ഇവിടെ തീർന്നാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ നാളത്തെ എന്റെ ശാശ്വതമായ ജീവിതം എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ റസൂലല്ലാഹ്, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, ആ ശിക്ഷ എന്റെ പേരിൽ നടപ്പിലാക്കി നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ എനിക്ക് പാപമോചിതനായി എത്താൻ കഴിയുമോ എന്നാണ് മാഇസ് വന്ന പ്രവാചകനോട് അങ്ങോട്ട് ആവശ്യപ്പെടുന്നത്. ആരെങ്കിലും കണ്ടുപിടിച്ചതല്ല, സ്വയം ഏറ്റുപറഞ്ഞ് ശിക്ഷ ഏറ്റുവാങ്ങുകയാണ്. അതാണ് അവരുടെ മനസ്സിൽ ഖുർആൻ ഉണ്ടാക്കിയ ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഖുർആൻ ഉണ്ടാക്കിയ വിപ്ലവം എന്ന് പറയുന്നത് ഈ എല്ലാ അർത്ഥത്തിലും മാനസികമായ വലിയ ഒരു പരിവർത്തനമാണ് ആ കാടൻ സമൂഹത്തിൽ, അല്ലെങ്കിൽ ആ കാട്ടറബികളിൽ ഖുർആൻ അന്ന് വരുത്തിയത് എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഖുർആനിനെ അടുത്തറിയാൻ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ സദാ പാലിക്കാൻ ശ്രമിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സമൂഹത്തെ എങ്ങനെയാണ് പ്രവാചകൻ മാറ്റിയെടുത്തത് എന്നതിന് ഉത്തരമായിട്ട് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്, ഹുവല്ലദീ ബഅസഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, അള്ളാഹുവാണ് നിരക്ഷരരായ ഒരു സമൂഹത്തിലേക്ക് അവരിൽ നിന്ന് തന്നെ നിരക്ഷരനായ ഒരു പ്രവാചകനെ നിയോഗിച്ചത്. പക്ഷെ ആ പ്രവാചകൻ ചെയ്ത ഒരു പ്രവൃത്തി, യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിൻ്റെ വചനങ്ങൾ, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ, വചനങ്ങൾ, വാക്യങ്ങൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അഥവാ ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ സംസ്കരിച്ചിടുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഈ ഖുർആനും അതുപോലെയുള്ള അറിവും അവർക്ക് ആ പ്രവാചകൻ പകർന്നു നൽകി. വഇൻ കാനൂ മിൻ ഖബ്ലിഹി ലഫീ ളലാലിൻ മുബീൻ, വളരെ വഴികേടിലായിരുന്നു
ആ സമൂഹം മുമ്പ് ഉണ്ടായിരുന്നത് എന്ന് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഖുർആൻ ഓതി അല്ലെങ്കിൽ ഈ ഖുർആനിലൂടെയാണ് ഒരു വലിയ പരിവർത്തനം ആ സമൂഹത്തിൽ പ്രവാചകൻ നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഖുർആൻ ഒരു സാധാരണ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു ബർക്കത്തിന് വേണ്ടി ഓതാനുള്ള ഒരു കൃതി എന്ന നിലക്ക് വിശ്വാസികൾക്ക് അതിനെ കാണാൻ കഴിയില്ല. മറിച്ച് നമ്മുടെ വഴികാട്ടിയാണ്, നമ്മിൽ പരിവർത്തനം ഉണ്ടാക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. അത് ദൈവിക വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ കേൾക്കുമ്പോൾ പോലും, അത് പാരായണം ചെയ്യുന്നിടത്ത് നമുക്ക് നിശബ്ദമായി അത് കേൾക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം. എന്ന ഖുർആൻ പറഞ്ഞത്. ഖുർആൻ ഓതപ്പെടുന്ന സമയത്ത് നിങ്ങൾ നിശബ്ദരായിരിക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കൂ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മാത്രമല്ല, ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് അതൊരു പവിത്രമായ കർമ്മമായിട്ട് നിശ്ചയിക്കപ്പെട്ടതാണ്. വ്രത്തിൽ ഖുർആൻ തൃപ്തിയില്ല, നന്നായി നീ ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ മനഃപ്പാടമാക്കാൻ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരുപാട് ഖുർആൻ മനഃപ്പാടമാക്കിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ആ ഖുർആനെ കുറിച്ച് ആലോചിക്കാൻ, ഖുർആൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. കേവലം അതിന്റെ മഹത്വം ഉൾക്കൊള്ളാതെ, നമ്മൾ അറിയാതെ നമ്മൾ പോകരുത്. അതിനെ പഠിക്കാനും അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. മാത്രമൊന്ന് തിലാവത്താണ്. തിലാവത്ത് എന്ന് പറഞ്ഞാൽ പാരായണം എന്നാണ് അതിന്റെ ഭാഷയിൽ പറയുക. പക്ഷെ ഭാഷയിൽ സത്യത്തിൽ അതല്ല അതിന്റെ അർത്ഥം. തല എന്ന് പറഞ്ഞാൽ പിന്തുടരുക എന്നാണ്. അപ്പൊ ഖുർആൻ തിലാവത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖുർആനിനെ പിന്തുടരുക എന്ന, അഥവാ ഖുർആനിന്റെ ആശയം അത് നമ്മുടെ ജീവിതമാക്കി മാറ്റി ജീവിക്കുക എന്നുള്ളതാണ് ഖുർആനോട് നമുക്ക് ചെയ്യാനുള്ള ബാധ്യതകൾ എന്ന് നാം തിരിച്ചറിയുക. ഈ വരുന്ന മാസം റമളാൻ എന്ന് പറയുന്നത് ഖുർആൻ ഇറങ്ങിയ മാസം എന്നുള്ള നിലക്ക് ഖുർആനുമായി അടുത്ത ബന്ധം സ്ഥാപിച്ച് അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കുന്ന വിശ്വാസികളായി മാറാൻ നാം ശ്രമിക്കുക. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ വന്ന തെറ്റുകൾ റബ്ബ് നമുക്ക് പുറത്തു തരുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരിച്ച ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, ബന്ധുക്കൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമേ. അള്ളാഹുവെ, അവരെയും ഞങ്ങളെയും നാളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാൻ. അള്ളാഹുവെ, രോഗങ്ങളാലും മറ്റും പ്രയാസപ്പെടുന്ന ഞങ്ങളിലെ എല്ലാ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും നീ പൂർണ്ണമായും ശിഫയാക്കി തരണമേ നാഥ. അള്ളാഹുവെ, വിവിധ പ്രദേശങ്ങളിൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് നീ ആശ്വാസമേഖലേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار وأدخلنا الجنة يا أرحم الراحمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.